ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷൻ ടീച്ചറിന്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പം അടുത്ത ദിവസം 3ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഏതാണ് എക്സാം വരുന്നത്? മാത്സ് ആണ് അല്ലെ, അഥവാ ഗണിതമാണ് പരീക്ഷ വരുന്നത് അല്ലെ. അപ്പൊ കൂട്ടുകാരെല്ലാവരും പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരിക്കും അല്ലെ. മീൻസ് നമ്മുടെ ചാനലിലോട്ട് ഇട്ടിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് എല്ലാം മക്കൾ കണ്ടിട്ടുണ്ടായിരിക്കല്ലോ. ഓക്കെ മക്കളെ, അപ്പൊ ഇപ്പം മിസ് എത്തിയിട്ടുള്ളത് കൂട്ടുകാരെ മാത്സ് അഥവാ ഗണിതവുമായി റിലേറ്റ് ചെയ്തിട്ട് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു തരാനായിട്ടാണ് കേട്ടോ. അപ്പം എല്ലാ മക്കളും റെഡി ആണല്ലോ. നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോയാലോ? അതിലോട്ട് പോകുന്നതിന് മുന്നേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് പെട്ടെന്ന് വീഡിയോ ലൈക്ക് ചെയ്തേ മക്കളെ. എല്ലാവരും ലൈക്ക് ചെയ്യാട്ടോ. അതോടൊപ്പം തന്നെ മക്കളുടെ പേരും അതുപോലെ നിങ്ങൾ പഠിക്കുന്ന സ്കൂളിന്റെ പേര് കൂടി നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുതേ. ഓക്കെ മക്കളെ, റെഡി ആണല്ലോ. അപ്പൊ നമ്മുടെ ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുന്നേട്ടോ മിസ്സിന് മറ്റൊരു കാര്യം കൂടി പറയാനായിട്ടുണ്ട്. കൂട്ടുകാരൻ നമ്മുടെ ചാനലിൽ വെറും 89 രൂപയ്ക്ക് മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ കൂട്ടുകാർക്ക് 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള എല്ലാ ക്ലാസ്സുകളുടെയും ഇത്തരത്തിലുള്ള എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകളും അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 8589823710 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ ഭാഗത്തോട്ട് പോവാല്ലേ. അപ്പൊ മലയാളം മീഡിയം കൂട്ടുകാർക്കും അതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് മിസ് ഇന്നത്തെ ക്ലാസ് പറയുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമ്മുടെ ചോദ്യത്തിലോട്ട് പോവുകയാണെങ്കിൽ ആദ്യം കൂട്ടുകാർക്ക് ഉണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ മെഷറിംഗ് ലെങ്ത് അഥവാ നീളം അളക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ നമ്മള് ആ ഒരു ചാപ്റ്റർ പഠിച്ചതാണല്ലേ, അളവുകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ആ ഒരു ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് അത്തരത്തിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ മക്കൾക്ക് എങ്ങനെയാ ക്വസ്റ്റ്യൻ വരിക എന്ന് വെച്ചാൽ ഇവിടെ മിസ് ഇതാ ഇവിടെ ഒരു സ്കെയിലിന്റെ ചിത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൂട്ടുകാർക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടോ? ഒരു സ്കെയിലിന്റെ ചിത്രം അല്ലെ, 15 സെന്റിമീറ്റർ നീളമുള്ള ഒരു സ്കെയിലിന്റെ പിക്ചർ മിസ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നോക്കിക്കേ മക്കളെ, എന്നിട്ട് അതിന്റെ മുകളിൽ ഓരോരോ ഒബ്ജക്ട്സ് വെച്ചിട്ടുണ്ട് കേട്ടോ, ഓരോരോ വസ്തുക്കൾ വെച്ചിട്ടുണ്ട്. അത് മിസ് വെച്ചിട്ടുണ്ട് ഇതാ ഇവിടെ ഒരു പേന വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു മിഠായും വെച്ചിട്ടുണ്ട്. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം? ആ രണ്ടിന്റെയും നീളം അഥവാ ലെങ്ത് എത്രയാണെന്നുള്ളത് മെഷർ ചെയ്തിട്ട് പറഞ്ഞു തരണം. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് പോവാം അല്ലെ. നമ്മുടെ പേനയ്ക്ക് എത്രയാണ് മക്കളെ നീളമുള്ളത്? എത്ര സെന്റിമീറ്റർ നീളമാണ് പേനയുള്ളത്? പേനയുടെ നീളം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ് അല്ലെ. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എവിടെയാണ് എൻഡ് ചെയ്യുന്നത് മക്കളെ? ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്? അത് എൻഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ പേനയ്ക്ക് എത്ര നീളമാണുള്ളത് മക്കളെ? നോക്കിക്കേ 6ലാണ് അവസാനിക്കുന്നത് അല്ലെ. ഇവിടെ 0യിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 6ലാണ് അവസാനിക്കുന്നത്. അപ്പൊ പേനയുടെ നീളം എന്ന് പറയുന്നത് എത്രയാണ്? 6 സെന്റിമീറ്റർ ആണ് അല്ലെ, 6 സെന്റിമീറ്റർ ആണ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പം ഇത്തരത്തിലൊരു സ്കെയിലും അതിന്റെ മുകളിൽ ഒരു ഒബ്ജക്റ്റ് ഒക്കെ തന്നിട്ട് അതിന്റെ ലെങ്ത് എത്രയാന്നുള്ളത് ചോദിച്ചാൽ നമുക്ക് പറയാനായിട്ട് പറ്റില്ലേ? ഓക്കെ, എങ്കിൽ നോക്കിക്കേ ഇവിടെ മിസ് എന്ത് ചെയ്തിട്ടുണ്ട്? അതേ സ്കെയിലിന്റെ മുകളിൽ തന്നെ ചെറിയൊരു മിഠായി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, എത്രയാണ് മക്കളെ ആ മിഠായിയുടെ നീളം എന്ന് പറയുന്നത്? എത്ര സെന്റിമീറ്റർ ആണ്? നമ്മുടെ കമന്റ് ബോക്സിൽ പറഞ്ഞേ മിഠായിയുടെ നീളം എത്ര സെന്റിമീറ്റർ ആണ്? വേഗം നമ്മുടെ കമന്റ് ബോക്സിൽ പറഞ്ഞേ, എന്നിട്ടാണ് മിസ് ആൻസർ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാ കൂട്ടുകാരും പറഞ്ഞിട്ടുണ്ടെന്ന് മിസ് വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നോക്കിക്കേ മക്കളെ, ഇവിടെ നമ്മുടെ മിഠായി സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് നമ്പറിൽ നിന്നാണ്? 9 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻഡ് ചെയ്യുന്നത് എവിടെയാണ്? 11ലാണ് എൻഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നേരത്തെ നമ്മള് പേനയുടെ നീളം എൻഡ് ചെയ്യുന്ന നമ്പർ ഏതാണോ? 6 ആയിരുന്നു അല്ലെ. അപ്പൊ പേനയുടെ ലെങ്ത് നമ്മൾ എത്രയാ പറഞ്ഞത്? 6 സെന്റിമീറ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സെയിം അതേപോലെ തന്നെ ഇവിടെ 11 അഥവാ 11ലാണ് ആ മിഠായിയുടെ നീളം അവസാനിക്കുന്നതെങ്കിൽ 11 സെന്റിമീറ്റർ ആണോ അതിന്റെ നീളം മക്കളെ? അല്ല. എത്രയാണ്? ഇവിടെ 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 11 വരെയാണ് നീളമെങ്കിൽ നമുക്ക് പറയാം 11 സെന്റിമീറ്റർ ലെങ്ത് ഉണ്ട് എന്ന് പറയാം. പക്ഷേ ഇവിടെ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 9ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 11ലാണ് അവസാനിക്കുന്നത് അല്ലെ. അപ്പം 9 to 10 ആവണമെങ്കിൽ എന്താവണം? 1 സെന്റിമീറ്റർ. 10ൽ നിന്ന് 11 ആവണമെങ്കിൽ എത്ര സെന്റിമീറ്റർ മക്കളെ? 2 സെന്റിമീറ്റർ. പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പൊ അത്തരത്തിൽ മക്കൾ നോക്കുക കേട്ടോ. അപ്പൊ ഒരു സ്കെയിൽ തന്നിട്ട് അതിന്റെ മുകളിൽ ഓരോരോ ഒബ്ജക്റ്റ് തന്നിട്ട് ഓരോന്നിന്റെ നീളം കണ്ടെത്താനായിട്ട് പറയും. ചിലപ്പോൾ മക്കളോട് ചോദിക്കും നീളം കൂടിയത് ഏതിനാ എന്ന് പറയൂ കേട്ടോ. ഇവിടെ ഇപ്പൊ പെട്ടെന്ന് സ്കെയിലും മിഠായും തന്നുകൊണ്ട് അത് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഏതിനാണ് നീളം കൂടുതൽ എന്നുള്ളത്. നമുക്ക് മെഷർ ഒന്നും ചെയ്യാതെ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? പേനയ്ക്കാണ് നീളം കൂടുതൽ എന്ന് പറയും. ചിലപ്പോൾ നമുക്ക് ഏകദേശം ഒരേ വലുപ്പമുള്ള രീതിയിൽ, അതായത് 1 സെന്റിമീറ്റർ ഒക്കെ വ്യത്യാസം വരുന്ന രീതിയിലുള്ള ഒബ്ജക്റ്റുകൾ ആയിരിക്കാം നിങ്ങളുടെ ചോദ്യപേപ്പറിൽ ഉണ്ടായിരിക്കാം കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിക്കുക. 0യിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഒരു പേന മിസ് സ്കെയിലിന്റെ മുകളിൽ വെക്കാണ്.
അവ 0-യിൽ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ എൻഡ് പൊസിഷൻ ഏത് നമ്പറിലാണുള്ളത് അതായിരിക്കും എന്തെന്ന് പറയുന്നത് അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടോ മക്കളെ? അപ്പം അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. അത്തരത്തില് ലെങ്ത് മെഷർ ചെയ്യാനായിട്ട് നീളം അളക്കാനായിട്ടുള്ള ചോദ്യങ്ങൾ മക്കൾക്ക് വരാം. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഓക്കെ മക്കളെ, ഇനി നമുക്ക് മറ്റൊരു ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ക്ലോക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യം മക്കൾക്ക് വരാം കേട്ടോ. നമ്മൾ അവസാനമായി ടിക് ടിക് എന്നൊരു ചാപ്റ്റർ പഠിക്കുന്നുണ്ട് അല്ലെ? ഓക്കെ, അപ്പം ആ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെടുത്തിയിട്ട് ക്ലോക്കുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. ഓക്കെ, അപ്പൊ അവിടെ മക്കൾക്ക് എങ്ങനെയാ വരാന്ന് വെച്ചാൽ നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു ക്ലോക്ക് വരച്ചിട്ട് നമ്മളോട് ഇപ്പം പറയാണ്, ഇപ്പൊ അമ്മു എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്, അവൾ എന്ത് ചെയ്യാണ് സ്കൂളിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ അവളുടെ സ്കൂളിലേക്ക് പുറപ്പെടുന്ന സമയം നമുക്ക് എന്ത് ചെയ്യും, ചിത്രത്തിൽ തന്നിട്ടുണ്ടായിരിക്കും, ഒരു ക്ലോക്ക് തന്നിട്ടുണ്ടായിരിക്കും. ആ ക്ലോക്കിൽ എന്ത് തന്നിട്ടുണ്ടായിരിക്കും, അവള് സ്കൂളിലേക്ക് പുറപ്പെട്ട സമയം തന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് നമ്മളോട് ചോദിക്കും എത്ര മണിക്കാണ് അമ്മു സ്കൂളിലേക്ക് പോയത് എന്ന് ചോദിക്കും. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം, ആ ക്ലോക്ക് നോക്കിയിട്ട് ക്ലോക്കിൽ തന്നിട്ടുള്ള ടൈം എത്രയാണ് എന്ന് കൃത്യമാക്കി മനസ്സിലാക്കിയതിനു ശേഷം എഴുതാം. ഓക്കെ മക്കളെ, അപ്പൊ ഒരു ക്വസ്റ്റ്യൻ അത്തരത്തിൽ മക്കൾക്ക് ഉണ്ടായിരിക്കും. അതായത് ഒരു ക്ലോക്കിലെ സമയം തന്നിട്ട് അത് എത്രയാണ് എന്നുള്ളത് എഴുതാനായിട്ട് പറയും. ഓക്കെ മക്കളെ, ചിലപ്പോൾ ഒന്നിൽ കൂടുതലൊക്കെ മക്കൾക്ക് വരാം കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തറിഞ്ഞിരിക്കണം മക്കളെ, ഒരു ക്ലോക്കില് ഏതൊക്കെ രീതിയിൽ സമയം തന്നാലും അത് എത്രയാണ് എന്നുള്ളത് ഫൈൻഡ് ചെയ്തിട്ട് എഴുതാനായിട്ട് പഠിക്കണം. ഓക്കെ മക്കളെ, അപ്പൊ നമ്മുടെ ക്ലോക്കില് 3 സൂചികൾ ഉണ്ട് അല്ലെ? അതിനെപ്പറ്റി നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. ഏതൊക്കെയാണ് മക്കളെ 3 സൂചി എന്ന് പറയുന്നത്? അത് നമുക്ക് മലയാളത്തിൽ പറയുകയാണെങ്കിൽ മണിക്കൂർ സൂചിയുണ്ട്, മിനിറ്റ് സൂചിയുണ്ട്, അതുപോലെ തന്നെ സെക്കൻഡ് സൂചിയുണ്ട് ഇല്ലേ? അവർ ഹാൻഡ് ഉണ്ട്, മിനിറ്റ് ഹാൻഡ് ഉണ്ട്, അതുപോലെ തന്നെ സെക്കൻഡ് ഹാൻഡും ഉണ്ട്. അപ്പൊ ആ 3 സൂചികളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഓരോ സൂചികളും ഓരോ സമയം പറയുന്ന സമയത്ത് ഏത് നമ്പറിൽ ഇരിക്കണം എന്നുള്ള കാര്യവും മക്കൾക്ക് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഓക്കെ മക്കളെ, അപ്പൊ മിനിറ്റ് സൂചി ഇല്ലേ, കുറച്ച് ലെങ്ത് കൂടുതലുള്ളതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ മിനിറ്റ് ഹാൻഡ് എന്ന് പറയുന്നത്. അത് മിസ് ചോദിക്കട്ടെ, ആ ഒരു മിനിറ്റ് ഹാൻഡ് ഒന്നിന് നേരെ എത്തുന്ന സമയത്ത് നമ്മൾ എന്താണ് പറയാ? ഒന്നിന് നേരെയാണെങ്കിൽ 5 ആണ് അല്ലെ, 5 മിനിറ്റ് ആണ്. 2-ന് നേരെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, 10 മിനിറ്റ് ആണ്. 3-ന് നേരെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, 15 മിനിറ്റ് ആണ്. ഇനി 4-ന് നേരെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, 20 മിനിറ്റ് ആണ്. 5 ആണെങ്കിൽ 25, 6 ആണെങ്കിൽ 30, 7 ആണെങ്കിൽ 35, 8 ആണെങ്കിൽ 40, 9 ആണെങ്കിൽ 45, അതുപോലെ 10 ആണെങ്കിൽ 50, 11 ആണെങ്കിൽ 55 അല്ലെ? ഓക്കെ മക്കളെ, അപ്പൊ മനസ്സിലായിട്ടുണ്ടല്ലോ. മിനിറ്റ് സൂചി ഓരോ നമ്പറിലേക്ക് എത്തുന്ന സമയത്തും എത്ര മിനിറ്റ് ആണ് എന്നതിനെ കുറിച്ച് മക്കൾക്ക് അറിവുണ്ടായിരിക്കണം. മനസ്സിലായിട്ടുണ്ടോ മക്കളെ? അപ്പൊ മിസ് ചോദിച്ചോട്ടെ, നമ്മുടെ അവർ ഹാൻഡ് അല്ലെ, അവർ ഹാൻഡ് എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ളതിൽ ചെറിയ സൂചിയായിരിക്കും മണിക്കൂർ സൂചി എന്ന് പറയുന്നത്. അത് 6-ന് നേരെയും അതുപോലെ തന്നെ നമ്മുടെ മിനിറ്റ് സൂചി എന്താണ് ഒരു 2-ന് നേരെയും ആണെന്ന് ഇരിക്കട്ടെ. മിസ് ഇവിടെ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒരു ക്ലോക്ക് വരയ്ക്കാം. ഓക്കെ, അപ്പൊ ഒരു ക്ലോക്ക് വരച്ചു. നമ്മൾ അതില് നമ്പേഴ്സ് മാർക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇവിടെ 12 വരും. ഇവിടെ 1 2 3 4 5 6 എന്ന് പറയുമ്പോൾ ഈ 12-ന് നേരെ താഴെ ഭാഗത്ത് തന്നെ വരണം കേട്ടോ. മക്കള് വരയ്ക്കുമ്പോൾ കൃത്യമായിട്ട് വരയ്ക്കുക. 7 വരും, 8 9 10 11 12. ഓക്കെ, അപ്പൊ മിസ് എന്ത് ചെയ്യാൻ ക്ലോക്കിൽ ഒരു ടൈം കാണിക്കാം കേട്ടോ. മക്കൾ പറയുന്നേരാ, നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യണം എത്രയാണ് ടൈം എന്നുള്ളത് കേട്ടോ. മക്കള് പറഞ്ഞേ, നമ്മുടെ അവർ ഹാൻഡ് ആണ് ഇത്. ഇതെന്താണ്, മിനിറ്റ് ഹാൻഡ് ആണ് അല്ലെ? അപ്പൊ നമ്മുടെ അവർ ഹാൻഡ് 6-ന് നേരെയും അതുപോലെ തന്നെ മിനിറ്റ് ഹാൻഡ് അല്ലെ, മിനിറ്റ് സൂചി 1-ന് നേരെയും ആണ് അല്ലെ? അപ്പൊ എത്രയാണ് മക്കളെ സമയം? എത്രയാണ്? 6 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആണ് അല്ലെ? 6:05 ഒക്കെ നമ്മൾ പറയും അല്ലെ? എത്രയാണ് മക്കളെ? 6 hours and 1 minute ആണ് അല്ലെ? 6 മണിക്കൂർ 5 മിനിറ്റ്. മനസ്സിലായിട്ടുണ്ടല്ലോ മക്കളെ? അപ്പം ഈ ചെറുതാണ് അവർ ഹാൻഡ് എന്ന് പറയുന്നത്, ഇതാണ് എന്താ മിനിറ്റ് ഹാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ മക്കൾക്ക് ക്ലോക്ക് തന്നുകൊണ്ട് ക്ലോക്കിലുള്ള ടൈം എത്രയാണെന്ന് നമുക്കുള്ള അടുത്ത് എഴുതാനായിട്ട് പറയൂ കേട്ടോ. അതുപോലെ തന്നെ ചിലപ്പോൾ മക്കളടുത്ത് എന്ത് പറയും, ഏതെങ്കിലും ഒരു ടൈം തന്നിട്ട് ആ ടൈം എന്ത് ചെയ്യാനായിട്ട് പറയും, ക്ലോക്കിൽ വരയ്ക്കാനായിട്ട് പറയും. ഇപ്പം അതായത് നമ്മളിപ്പം പറഞ്ഞു അല്ലേ, അമ്മ എന്ത് ചെയ്തിട്ടുണ്ട്, സ്കൂളിലേക്ക് പോയിട്ടുണ്ട് അല്ലെ? അപ്പൊ അവള് പുറപ്പെട്ടിട്ടുള്ള സമയം നമ്മുടെ ക്ലോക്കിൽ തന്നിട്ടുണ്ട്. എത്ര മണിക്കാണ് അവള് സ്കൂളിലേക്ക് പുറപ്പെട്ടത് എന്നുള്ളത് എഴുതാനായിട്ട് പറയും. അപ്പൊ അതെന്ത് ചെയ്തു, നമ്മുടെ ക്ലോക്കിൽ തന്നിട്ടുണ്ട്. നമുക്കിപ്പം വിചാരിക്കുകയാണ് 9:30 മണിയാണ് അല്ലെ? 9:30 നമ്മുടെ ക്ലോക്കിൽ തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ശരിയായിട്ട്
ക്ലോക്കിലെ ടൈം ഒക്കെ എഴുതി, അതായത് നമ്മുടെ അമ്മ സ്കൂളിലേക്ക് പുറപ്പെട്ട സമയം കണ്ടെത്തി. എന്നാൽ പിന്നെ നമ്മളോട് പറയണം അമ്മ എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യം 1 മണിക്കൂറിന് ശേഷം അവൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്കൂളിൽ എത്തിച്ചേർന്നു. അങ്ങനെയാണെങ്കിൽ അമ്മ സ്കൂളിൽ എത്തിച്ചേർന്ന സമയം എത്രയാണ് എന്ന് നമ്മളോട് ചോദിക്കുക കേട്ടോ. ആ ഒരു സമയം നിങ്ങളോട് ക്ലോക്കിൽ വരയ്ക്കാനായിട്ട് പറയാണ്. അപ്പൊ നമുക്കറിയാം അമ്മ പുറപ്പെട്ടത് എത്ര മണിക്കാണ് മക്കളെ, 9:30 അല്ലെ, 9:30 അമ്മ എന്ത് ചെയ്തിട്ടുള്ളത്, സ്കൂളിലേക്ക് പുറപ്പെട്ടത്. 1 മണിക്കൂറിന് ശേഷമാണ് സ്കൂളിലേക്ക് എത്തിയിട്ടുള്ളത് അല്ലെ. അപ്പൊ 9:30 അതായത് 9:30 എന്ന് നമ്മൾ പറയില്ലേ, അതിലോട്ട് 1 hour ആഡ് ചെയ്യുന്ന സമയത്ത് എത്രയായിരിക്കും മക്കളെ, 9:30 എന്നുള്ളത് 10:30 ആയിട്ട് മാറും അല്ലെ, 10:30 ആയിട്ട് മാറും. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം, ഈ ഒരു ക്ലോക്കില് ആ ഒരു സമയം വേണം വരച്ചു ചേർക്കാനായിട്ട് കേട്ടോ. 10:30 എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ അവർ ഹാൻഡ് ഏകദേശം ഒരു 10 നേരെയായിട്ട് വരും അല്ലെ. 10 കുറച്ച് നമുക്ക് അപ്പുറത്തോട്ട് വരയ്ക്കാം. 10:30 എന്ന് പറയുന്ന സമയത്ത് മിനിറ്റ് ഹാൻഡ് എവിടെ വരും, 6 നേരെയും വരും അല്ലെ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പം ഇത്തരത്തിലാണ് മക്കള് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലോക്ക് തന്നിട്ട് അതിൽ സമയം എഴുതാനായിട്ട് പറയും, സമയം തന്നിട്ട് ക്ലോക്ക് വരയ്ക്കാനായിട്ടും പറയും കേട്ടോ. ഓക്കെ മക്കളെ, ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മറ്റൊരു രീതിയിൽ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ വരും. അതായത് ഇപ്പം ഇതേ രീതിയിൽ തന്നെ അമ്മ എന്ത് ചെയ്തിട്ടുണ്ട്, രാവിലെ സ്കൂളിലേക്ക് പുറപ്പെടുകയാണ്. അവൾ 9:30 മണിക്ക് യാത്ര പുറപ്പെട്ടു. എന്നിട്ട് 10:30 അവൾ എന്ത് ചെയ്തത്, സ്കൂളിൽ എത്തിച്ചേർന്നത്. അങ്ങനെയാണെങ്കിൽ അവൾ യാത്രയ്ക്ക് എടുത്ത സമയം എത്രയാണ് എന്നുള്ള രീതിയിൽ മക്കൾക്കൊരു ചോദ്യം വരാം. അപ്പൊ എത്രയാണ് മക്കളെ, 9:30 തുടങ്ങിയിട്ട് 10:30 അവൾ എന്ത് ചെയ്തിട്ടുള്ളത്, സ്കൂളിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അവൾക്ക് എത്ര മണിക്കൂർ എടുത്തു യാത്ര ചെയ്യാനായിട്ട്, 9:30. 10:30 ആവണമെങ്കിൽ, അതായത് 9:30 10:30 ആവണമെങ്കിൽ അതിലേക്ക് 1 മണിക്കൂർ അല്ലേ വേണ്ടത് മക്കളെ. അതായത് നമ്മുടെ അമ്മു യാത്രയ്ക്ക് എടുത്തിട്ടുള്ള സമയം എത്രയാണ്, 1 hour അല്ലെ, 1 മണിക്കൂർ. അപ്പൊ സമയവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് മക്കൾക്ക് വരിക കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ അവിടെയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മക്കൾക്ക് വരാവുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ കലണ്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. അവിടെ അപ്പൊ മക്കൾക്ക് കലണ്ടറുമായിട്ട് ബന്ധപ്പെടുത്തിട്ട് എങ്ങനെയാ ചോദ്യം വരാന്ന് വെച്ചാൽ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു കലണ്ടറിന്റെ ചിത്രം തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന് മുന്നേയായിട്ട് മക്കൾ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മുടെ ഒരു വർഷത്തിൽ ഏകദേശം എത്ര മാസങ്ങളുണ്ട് മക്കളെ, ഒരു വർഷത്തിൽ ഇത്ര മാസങ്ങളുണ്ട്. എത്ര മാസങ്ങളാണ്, യെസ് 12 മാസങ്ങളാണ്. ഏതൊക്കെയാണ്, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ അല്ലെ. അങ്ങനെ 12 മാസങ്ങളാണുള്ളത്. അതുപോലെ തന്നെ ഓരോ മാസത്തിലും ഏകദേശം എത്ര ദിവസങ്ങൾ ഉണ്ട് എന്നതിനെ കുറിച്ച് മക്കൾക്ക് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. പറഞ്ഞിട്ട് മനസ്സിലായിട്ടുണ്ടോ മക്കളെ? അപ്പൊ നമുക്ക് ചില മാസങ്ങളൊക്കെ നമുക്കറിയാം അല്ലെ, 31 മാസങ്ങളുണ്ട്, 30 മാസങ്ങളുണ്ട് അല്ലെ. ഫെബ്രുവരി ആവുന്ന സമയത്ത് എത്ര മാസങ്ങളുണ്ട്, 28 മാസങ്ങളാണുള്ളത് എന്നുള്ളതിനെ കുറിച്ചുള്ള ബേസ് ആയിട്ടുള്ള ധാരണകളൊക്കെ മക്കൾക്ക് വേണം കേട്ടോ. അപ്പൊ ചിലപ്പോൾ നമുക്ക് ചോദിക്കാം 30 കുറവ് ദിവസങ്ങളുള്ള മാസം ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഏതാണ് വരിക, നമ്മുടെ ഫെബ്രുവരിയാണ് ആൻസർ ആയിട്ട് വരിക അല്ലെ. 30 ദിവസത്തിൽ കുറവുള്ള മാസം ചോദിക്കുകയാണെങ്കിൽ ഫെബ്രുവരി വരും അല്ലെ. അപ്പൊ അത് മക്കൾ ഓർത്തിരിക്കുക കേട്ടോ. മാസങ്ങളുടെ പേരുകൾ അറിഞ്ഞിരിക്കുക. 30 അല്ലെങ്കിൽ 31 ദിവസങ്ങളൊക്കെയുള്ള മാസങ്ങൾ ഏതാ എന്നതിനെ കുറിച്ച് ചെറിയൊരു ധാരണ ഉണ്ടായിരിക്കണം. ഓക്കെ മക്കളെ, അപ്പൊ നമ്മുടെ കലണ്ടറിലോട്ട് വരുന്ന സമയത്ത് മക്കൾക്ക് എങ്ങനെയാ ചോദ്യം വരാന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു മാസത്തെ കലണ്ടർ തരാം. അപ്പൊ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഡിസംബർ മാസത്തെ കലണ്ടർ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഡിസംബർ 31 വരെയൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ മക്കളെടുത്ത് കലണ്ടറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചോദിക്കാം. ചിലപ്പം ഇവിടുന്ന് ചോദിക്കാം, ഡിസംബർ 25 ഏത് ദിവസമാണ് അല്ലെ, ഡിസംബർ 25 ഏത് ദിവസമാണ് എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം വരാം കേട്ടോ. ഡിസംബർ 25. അപ്പൊ ഇത് ഏത് ദിവസമാണെന്ന് അറിയണമെങ്കിൽ മക്കൾ എന്ത് ചെയ്യണം മക്കളെ, അതിന് നേരെ മുകളിലോട്ട് നോക്കാം അല്ലെ. ഇവിടെ ഏതാണ് ദിവസം വരുന്നത്, തേഴ്സ്ഡേ ആണ് ദിവസം വരുന്നത് അല്ലെ. തേഴ്സ്ഡേ എന്ന് പറയുമ്പോൾ ഏത് വരും മക്കളെ, വ്യാഴമാണ്. അപ്പം നമ്മുടെ ഡിസംബർ 25 എന്ന് പറയുന്നത് വ്യാഴമാണ് വരുന്നത് അല്ലെ. അപ്പം ഏതാണ് ദിവസം, വ്യാഴാഴ്ചയാണ് അല്ലെ. ഓക്കെ, പിന്നെ ചിലപ്പോൾ മക്കൾക്ക് ചോദിക്കാൻ മതിയാവും, ഡിസംബർ 8 മുതൽ ഡിസംബർ 18 വരെ എത്ര ദിവസങ്ങളുണ്ട്, ഡിസംബർ 8 മുതൽ ഡിസംബർ 18 വരെ എത്ര ദിവസമുണ്ട് എന്ന് ചോദിക്കാം. അപ്പൊ ഇത്തരത്തിൽ കലണ്ടർ തന്നിട്ടാണ് അത് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് കൗണ്ട് ചെയ്താൽ മതി അല്ലെ. ഡിസംബർ 8 മുതലല്ലേ പറഞ്ഞത്, അപ്പൊ 8 കൂടി നമ്മൾ കൂട്ടണം. നോക്കിയേ, 1 2 3 4 5 6 7 8 9 10 11 അല്ലേ. ഓക്കെ, അപ്പൊ എത്രയാണ്, 11 ദിവസങ്ങളുണ്ട്. നമുക്ക് കലണ്ടർ തന്നാൽ ഇങ്ങനെ എഴുതാൻ പറ്റും. ഇനി നമുക്ക് കലണ്ടർ തന്നിട്ടില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമുക്കറിയാം ഡിസംബർ 8 മുതൽ ഡിസംബർ 18 വരെയല്ലേ. അപ്പൊ 18 - 8 ചെയ്യാം. 18 - 8 ചെയ്യുമ്പോൾ നമുക്ക് 10 കിട്ടും. +1 ചെയ്താൽ എന്ത് കിട്ടും, എത്ര ദിവസങ്ങളാണ് അതിനിടയിലുള്ളത് എന്ന് കണ്ടെത്താൻ പറ്റും കേട്ടോ.
ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പം കലണ്ടറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അത്ര ഒരു ചോദ്യം വരും കേട്ടോ. ഏതെങ്കിലും ഒരു ഡേറ്റ് തന്നിട്ട് അത് ഏത് ദിവസമാണ് ചോദിക്കും. അതുപോലെ തന്നെ 2 ഡേറ്റുകൾ തന്നിട്ട് അതിനിടയിൽ എത്ര ദിവസങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനിയിപ്പം നമുക്ക് ഈ ഒരു ഡിസംബർ മാസത്തെ കലണ്ടർ തന്നെ എന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്. ജനുവരി 1 അല്ലെങ്കിൽ ജനുവരി 2 അല്ലെങ്കിൽ ജനുവരി 10, ജനുവരി മാസത്തെ ഏതെങ്കിലും ഒരു ഡേറ്റ് ചോദിച്ചിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്. ഇപ്പൊ ജനുവരി 1 തന്നെ നമുക്ക് എടുക്കാം. ന്യൂ ഇയർ, ഈ വർഷത്തെ അതായത് വരുന്ന വർഷത്തെ ന്യൂ ഇയർ ഏത് ദിവസമായിരിക്കും എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഡിസംബർ മാസത്തെ കലണ്ടർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുമല്ലോ. എവിടെ നോക്കിക്കേ, ഡിസംബർ 31 വരുന്നത് ഏതാണ്? സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ആണ് അല്ലെ, ബുധനാഴ്ചയാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി 1 വരുന്നത് ഏതായിരിക്കും മക്കളെ? ജനുവരി 1 വരുന്നത് വ്യാഴമായിരിക്കും. അപ്പൊ അത് ഏതായിരിക്കും? പുതുവർഷം ഏത് ദിവസമായിരിക്കും? വ്യാഴമായിരിക്കും. അപ്പൊ ആ കാര്യം മക്കൾ അറിഞ്ഞിരിക്കുക കേട്ടോ. കലണ്ടറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വരാം. ഇനി കലണ്ടറുമായിട്ട് ബന്ധപ്പെടുത്തി ചിലപ്പോൾ പാറ്റേൺസ് കലണ്ടറിൽ നിന്ന് കണ്ടെത്തി എഴുതാനൊക്കെ പറയാം. പാറ്റേൺ ഏതാന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് അല്ലെ. ഒന്നെങ്കിൽ മക്കൾ എന്താക്കി സൺഡേ എന്ന് പറയുന്ന കോളം എടുത്ത് എഴുതിയാൽ മതി. അതായത് 7, 14, 21, 28, അല്ലെങ്കിൽ മൺഡേ എന്ന് പറയുന്ന കോളം അങ്ങനെ താഴേക്കുള്ളത് എടുത്തങ്ങ് എഴുതിയാൽ മതി അല്ലെ. അവിടെ എത്ര ഡിഫറൻസ് വരുന്നുണ്ട്? 7 വിധം വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ അതും കലണ്ടറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ നിങ്ങൾക്ക് വരാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പാറ്റേൺ പൂർത്തീകരിക്കുക എന്നുള്ളത്.